ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം. കർക്കിടക വാവ് ബലി വരിക എന്നാ 17-ാം തീയതി കണ്ട 17-ാം തീയതിയോ 1. അപ്പോൾ നാളെ ഇന്ന് 16. അപ്പോൾ ഒരു സംശയം കാണും നിങ്ങൾക്ക്, അച്ഛനും അമ്മയും മരിച്ചവർക്ക് മാത്രമാണോ ഈ വാവ് ബലി ഇടുന്നതെന്ന്. ആണോ? അല്ല, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്കും വാവ് ബലി ഇടാം. അതെന്താണെന്നല്ലേ, അച്ഛനും അമ്മയും മാത്രമല്ല നമ്മുടെ ബന്ധത്തിലുള്ളത്. അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, അങ്ങനെ അവരുടെ തലമുറ, അങ്ങനെ 7 തലമുറ. ആ 7 തലമുറകളായിട്ടും നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചില്ലെങ്കിൽ നമ്മൾ വാവ് ബലി ഇടാതിരിക്കേണ്ട. ആ മരിച്ചു പോയതിലും നമുക്ക് രക്തബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും പോയി വാവ് ബലി ഇടാം. സംശയം മാറിയോ? പിന്നെ ഇത് സ്ത്രീകൾ ചെയ്യാമോ? ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇടാം. പിന്നെ ഇത് ചെയ്യേണ്ടാത്ത ആൾക്കാരെന്ന് പറയുന്നത്, ഇപ്പോൾ വീട്ടിലൊക്കെ അസുഖമുണ്ട്, അവർക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, അവർ പോയി ഇടാൻ പറ്റുമോ? അപ്പോൾ അവരിടാൻ പറ്റത്തില്ല, അവരിടണ്ട. അതുപോലെ തന്നെയാണ് പീരീഡുള്ള സമയം, പീരീഡുള്ളവർ പോയി ഇടാൻ പറ്റുമോ? അവരും ഇടണ്ട. പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ അവരെ നോക്കുന്ന ഒരാൾ കാണുമല്ലേ, അവരും ഇടണ്ട, പാലായ്മയുള്ളവർ. പിന്നെ ഇടണ്ടാത്ത ആൾക്കാരെന്ന് പറയുന്നത് ഗർഭിണികളും ഇടണ്ട. അവർക്ക് ആ വയറ് വെച്ചിട്ട് പോയി ഇടാൻ പറ്റത്തില്ല. പിന്നെ മാരക അസുഖങ്ങളൊക്കെ ഉള്ള അവരും പോയി ഇടണ്ട. കാരണം അവർ പോയി ഇട്ട് കഴിഞ്ഞിട്ട് കൂടെ നിൽക്കുന്നവർക്കെല്ലാം അത് വരുമല്ലേ, ആ രോഗം വരും. അതുകൊണ്ട് അവരും ഇടണ്ട. അല്ലാതുള്ള എല്ലാ ആൾക്കാർക്കും ഇതിടാം. അതിന് തലേന്നേ നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കരുത്, വെജ് ആയിരിക്കണം കഴിക്കുന്നത്. അതും വ്രതം എടുക്കുകയും വേണം. ആ വ്രതം മുറിക്കുന്നത് നിങ്ങൾ ബലി ഇട്ടത് വന്നതിന് ശേഷമായിരിക്കണം ബലി. അന്നും നിങ്ങൾ ആ ബലി ഇടുന്ന ദിവസവും നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കരുത്. അടുത്ത ദിവസം കഴിച്ചാൽ മതി. അതാണ് നല്ലത്. ഇപ്പോൾ ചിലവർ വിചാരിക്കും, ബലി ഇട്ടിട്ട് ഓടി വന്നിട്ട് നമുക്ക് നോൺ വെജ് കഴിക്കാമെന്ന്. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ പോയി ബലിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന പിതൃദോഷങ്ങളും പിതൃബാധകളും അതെല്ലാം മാറിക്കിട്ടും. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും നല്ല ശുദ്ധിയോടുകൂടി പോയി ബലിയിടുകയോ അല്ലെങ്കിൽ വീട്ടിൽ ബലിയിടുകയോ ചെയ്യുക. അത് എല്ലാം അറിയുന്ന ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ വേണം അത് ചെയ്യാൻ. അപ്പോൾ വാവ് ബലിയെ പറ്റി കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കലണ്ടറിൽ നോക്കിയപ്പോഴാണ് അയ്യോ വാവ് ബലിയാണല്ലോ, ഒന്ന് വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ളത്. ഇതിനു മുമ്പ് ചേച്ചി വാവ് ബലിയെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി നോക്കാമെങ്കിൽ അത് കാണാൻ സാധിക്കും. അതിനകത്ത് ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ മറന്നിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത്. വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലേ, നാളെ വാവ് ബലി ഇടണോ. ഞങ്ങളൊക്കെ പോയി ഇടുന്നത് തിരുനെല്ലിയില്ല. നമ്മുടെ രാഹുൽ ഗാന്ധി പോയി ഇടുമല്ലേ അവിടെ നല്ല ഉപ്പുമാവ് കിട്ടും, കരിപ്പൊട്ടി കാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഉപ്പുമാവും കരിപ്പൊട്ടി കാപ്പി. അതും അവിടെയുള്ള കാടിനകത്ത് ഒരു കുഞ്ഞു തോടാട്ട് വെച്ചിട്ട് നമ്മളത് ഇറങ്ങി നിന്ന് കുളിക്കുകയും നല്ല രസമാണ്. ആ കാടിൻ്റെ മെഡിസിൻ്റെ എല്ലാം ഒരു പവറോടുകൂടി വരുന്ന ആ ജലം
അത് നമ്മളെ തഴുകി തഴുകി ഇങ്ങനെ പോകുമ്പോൾ എന്താ രസം. അപ്പോൾ എല്ലാവരും പോയി ബലിയിടണം, മറന്നു പോവരുത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളവർക്ക് ദുഃഖങ്ങളാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പോയി ബലിയിടണം കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ നാമത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതുവരെ പോയിട്ട് വരാം.